നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം ഇന്ന് തിരക്ക് പിടിച്ച് ഓടുകയാണല്ലേ. സുവിശേഷത്തിലെ മർത്തയെ പോലെ പല വക കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ഇന്ന് നെട്ടോട്ടമോടുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുമ്പോൾ ദൈവത്തെയും വിലപ്പെട്ട പലതിനെയുമാണ് അറിയാതെ തന്നെ ആദ്യമേ നാം ഒഴിവാക്കി കളയുന്നതെന്ന് തോന്നുന്നു. മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും എന്നാൽ വേണ്ട കാര്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തെ വേണമെങ്കിൽ നമുക്ക് മർത്ത സിൻഡ്രോം എന്ന് വിളിച്ചാലോ? അങ്ങനെ നോക്കിയാൽ സുവിശേഷത്തിലെ മർത്തയുടെ വംശാവലി ചെന്നെത്തി നിൽക്കുന്നത് ചിലപ്പോൾ എന്നിലും നിങ്ങളിലുമായിരിക്കും. അങ്ങനെ ഒരു മർത്ത സിൻഡ്രോം ബാധിച്ച 2025 ഒരു കൊച്ചു കുടുംബരസ കാഴ്ചയിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയും സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടുജോലി ഒന്നും തീർന്നിട്ടില്ല. പണി തീർന്നെങ്കിൽ എനിക്കും കൂടി യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മർത്തെ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാ, തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ, തീ കത്തിക്കാ. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ച് ഇവിടെ ഇരുന്നാൽ പണി തീരുമോ? ഇന്നല്ലേ ഇവിടെ നമ്മൾ യേശുവിനെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കൂടി വന്നാൽ എങ്ങനെ ഒരു 10 കൂട്ടം കറിയെങ്കിലും ഒരുക്കണ്ടേ? സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഐസ്ക്രീം വേണം, അങ്ങനെ എന്തൊക്കെയുണ്ട് ഒരുക്കാൻ? മർത്ത, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. 10-15 കൂട്ടം കറിയൊന്നും വേണ്ട. നിനക്കറിയില്ലേ, അപ്പവും വീഞ്ഞുമാണ് ഗുരുവിന് ഏറെ ഇഷ്ടം. അത്തിപ്പഴം ഉണ്ടെങ്കിൽ ഏറെ സന്തോഷം. ലാസറച്ചായൻ എങ്ങോട്ടായി പോകുന്നേ? യേശുവിന്റെ പ്രസംഗം ഗലീലയുടെ അടുത്ത് നടക്കുന്നത് നീ മറന്നുപോയോ? വളരെ അനുഭവങ്ങളും രോഗശാന്തിയും നടക്കുന്നു. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. ലാസറച്ചായ, എനിക്കും വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ യേശുവിനെ ഡിന്നറിന് വിളിച്ച കാര്യം മറന്നുപോയോ? ഇവിടുത്തെ പാചകങ്ങൾ ഒന്നും തീർന്നിട്ടില്ല. എങ്കിൽ മറിയേ, നീ വാ, നമുക്ക് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാം. നിൽക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനം കൂടി മേടിച്ചു കൊണ്ടുവരുമോ? എന്താ മാർത്തേ ഇത്? ഒരു സൂപ്പർ മാർക്കറ്റ് മൊത്തം ഉണ്ടല്ലോ. അതെ ലാസറച്ചായ, ഇവിടെ ചിക്കൻ ഇല്ല, മിൽക്കില്ല, മല്ലിയിലില്ല, അത്തിപ്പഴം പോലും ഇല്ല. കുറച്ച് സാധനമല്ലേ ഞാൻ എഴുതിയുള്ളൂ. ശരി ശരി, വിവരിക്കേണ്ട. പ്രസംഗം കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. എന്നാൽ നമുക്ക് പോകാം ലാസറച്ചായ. മർത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടെ വാ. നീ മറിയെ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എല്ലാവരും കൊടുത്തതിനേക്കാൾ ഭംഗിയായ യേശുവിന് ഡിന്നർ നമുക്ക് കൊടുക്കണം. ഒട്ടും കുറക്കാൻ പാടില്ല. ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ. മർത്തേ, യേശു ഗിരിപ്രഭാഷണത്തിൽ എന്താണ് പഠിപ്പിച്ചതെന്ന് നീ ഓർക്കുന്നില്ലേ? ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവൻ എന്നല്ലേ? അതൊക്കെ ശരി തന്നെ. ഒന്ന് ചെയ്താലല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടുത്തെ പണി ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് എന്നും അടുക്കള തന്നെ ശരണം. ഓ ശരി ശരി, എന്നാ ഞങ്ങൾ പോകട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ഞാൻ എന്തേലും ചോദിച്ചാൽ കൂടുതലൊന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രസംഗം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ സൂം എടുക്കുന്നവരോട് പറയണം, അവിടുത്തെ ഓഡിയൻസിനെ ഒന്നും കാണിക്കണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതി. പിന്നെ മറിയേ, അവിടെ വല്ല അത്ഭുതങ്ങളും എന്തെങ്കിലും നടന്നാലേ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്യാൻ മറക്കരുതേ. മർത്തേ, മർത്തേ, ആരാണോ വന്നത്? ആ സലോമി, നീയായിരുന്നോ? നീ എന്താടി ഈ വടിയൊക്കെ പിടിച്ച്? നല്ല ഭംഗിയുള്ള വടിയാണല്ലോ. ഇപ്പൊ വടിയില്ലാതെ നിനക്ക് നടക്കാൻ വയ്യാതായോ? എടീ, ഇത് നടക്കാൻ പാടില്ലാഞ്ഞിട്ടല്ല, മോശം ഉപയോഗിച്ച അംശവടിയാണിത്. ഞാനേ ആ ില്ലേ ഇവിടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാ. 200 അല്ല കൊടുത്തേ, 25 ലക്ഷം രൂപയാണ് കൊടുത്തത്. പിന്നെ എന്തുണ്ട് വിശേഷം? മർത്തേ, നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാ നീ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. അത് സാരമില്ല, പ്രാർത്ഥന പിന്നെയും ആകാമല്ലോ. നീ ഇന്ന് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? നീ അറിഞ്ഞില്ലേ, ഞങ്ങളാണ് യേശുവിന്റെ ഡിന്നർ കൊടുക്കുന്നത്.
5 സ്റ്റാർ ഡിന്നറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നീ എന്തേ പ്രസംഗത്തിന് പോകാതിരുന്നത്? 1-2 ദിവസമാണോ പ്രസംഗമുള്ളത്? 15 ദിവസമല്ലേ? പറയുന്നവർക്കങ്ങ് പറഞ്ഞാ പോരെ. പിള്ളേർക്കാണെങ്കിലോ ക്ലാസും ട്യൂഷനും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ കണ്ടോളാം. നീ പറ, ഇതാണോ അതോ പ്രസംഗമാണോ വലുത്? ഓ, അത് പിന്നെ എക്സാം അല്ലേ. നീ എന്നാ ഫേസ് ചെക്ക് ചെയ്തു? ഇല്ല ശലോമി, എനിക്ക് എവിടുന്ന സമയം? എന്താ ശലോമി? അതെ, വെൽഫെയറിന്റെ പ്രസിഡന്റ് ഇല്ലേ ജെസി സെബാസ്റ്റ്യൻ, ഇക്കാര്യത്തിൽ ഒരു പിക്നിക്കിന് പോയിരുന്നു. ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പത്രാസ് ലൈക്ക് അടിച്ചിട്ടില്ല. നീ ലൈക്ക് അടിക്കണ്ട കേട്ടോ. ഓ, പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. മർത്തേ, ഇറങ്ങട്ടെ എന്നാ ഞാൻ. ഭയങ്കര തിരക്കാടി. പിള്ളേർക്ക് ട്യൂഷനും എനിക്കാണെങ്കിൽ സുംബ ഡാൻസും. നീ ആ വടിയൊന്നും കണ്ടെടുത്തേ, ഞാൻ പോട്ടെ. അമ്മ ശരി ശലോമി. ഫേസ്ബുക്കും നോക്കട്ടെ. ഇത് നമ്മളെ ടെൻഷൻ അല്ലേ? അവന്റെ ബർത്ത്ഡേ ആണോ? വിഷ് ചെയ്തേക്കാം. നാട്ടുകാർക്കും പള്ളിക്കാർക്കെല്ലാം ഉപകാരമുള്ള ഒരു പയ്യനാണേ. ആ, ഇത് നമ്മുടെ പ്രസിഡന്റ് ജോജി അല്ലേ? കൂടെ കെട്ടിയോളും ഉണ്ടല്ലോ. 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിയോ? എന്റെ കർത്താവേ, കണ്ടാ പറയോ എന്നാ ഗ്ലാമറാടി ഇവർക്ക്. അതെങ്ങനെ 24 മണിക്കൂറും ആരോഗ്യം സംരക്ഷിക്കലല്ലേ ജോലി? ജോഗിങ്ങും ജിമ്മൊക്കെ ആയിട്ട് എന്നാ പറയാനാ. സമയം പോയത് അറിഞ്ഞില്ല. പണിയാണെങ്കിൽ ഒന്നും തീർന്നുമില്ല. അല്ല, ആര്? റബേക്കയോ? ഇരിക്കേ. വാർത്തേ, നിന്നെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിൽ കണ്ടില്ല. ആശുരും മറിയവും ഏറ്റവും മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതെ, യേശുവിനെ ഇന്ന് ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാൻ പോയില്ലെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. എനിക്ക് അത്ര അനുഗ്രഹമൊന്നും തോന്നിയില്ല. 2 ദിവസമായി തന്നെയല്ലേ കേൾക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞ തന്നെയല്ലേ ഇന്നും പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. ഇല്ലെങ്കിലും നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്, എപ്പോഴും പാച്ചോറും കഴിക്കാനല്ലേ വരുന്നത്. നിങ്ങൾ ഇരിക്കേ, കാപ്പി എടുക്കാം. വേണ്ട ഭർത്തേ, നിനക്ക് ഒത്തിരി പണിയുള്ളതല്ലേ. നിനക്ക് തിരക്കാണെങ്കിൽ നീ എന്തെങ്കിലും കാര്യം. ഞാൻ എങ്ങനെ അറിയാനാ? അറിയ ഇവിടെ വന്നാൽ ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പിന്നെ വല്ലപ്പോഴും നമ്മുടെ ജനറൽ സെക്രട്ടറി ഇല്ലേ ജെസ്സി വിൻസെന്റ്, അവളെ അയക്കുന്ന മെസ്സേജ് കണ്ടിട്ടാ ഞാൻ പിന്നെയും കാര്യങ്ങൾ അറിയുന്നത്. റബേക്ക, നമുക്ക് പോകാം. വാർത്തേ, നിന്റെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നാം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. ഓ, ഒരു വിശുദ്ധ വന്നേക്കുന്നത്. വാർത്തേ, എന്റെ സഹായം വല്ലതും വേണോ? എന്ന കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞതാ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അച്ചായം വരാൻ സമയമായി. ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ ഇവളുടെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറിയാകാൻ. എന്നാലും നമുക്ക് കുറച്ച് സഹായിക്കാമായിരുന്നു. ഭർത്തി, വീട്ടിലെ പണിയെല്ലാം എന്തായി? കഴിഞ്ഞോ? മറിയേ, എന്ത് പറയാനാ, സമയം പോയത് അറിഞ്ഞില്ല. പണിയാണെങ്കിലും ഒന്നും തീർന്നുമില്ല. ഏതായാലും നീ വന്നല്ലോ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. വാ, വേഗമാകട്ടെ. ലാസറച്ചയ്യ, ഞാൻ ലിസ്റ്റിൽ തന്ന സാധനം കിട്ടിയോ? നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എന്റെ ഭർത്തേ, എനിക്കറിയാമായിരുന്നു നീ ഫേസ്ബുക്കും യൂട്യൂബും നോക്കി സമയം കളഞ്ഞിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ഡേ മറിയേ, നീ അധികം വിശുദ്ധിയാകുകയൊന്നും വേണ്ട. നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ ആരാണ് വീട്ടു ജോലി ചെയ്യുന്നതെന്ന്. അങ്ങോട്ട് കട്ട് ചെയ്ത്. ആ, യോഹന്നാനച്ചായനോ? എന്തുണ്ട് വിശേഷം? അത്തേ, നീ വീട്ടിൽ സദ്യ ഒരുക്കാണെന്ന് കേട്ടല്ലോ. എന്നിട്ടെന്തേ ഈ വീട് ഒരു വൃത്തിയില്ലാതെ കിടക്കുന്നേ? ഈ യോഹന്നാനച്ചായന്റെ ഒരു കാര്യം, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുന്നോ? ഞാൻ മാത്രമേ പണിയെടുക്കാനുള്ളൂ എന്ന് അറിയില്ലേ? ഇവിടെ എല്ലാവരും പ്രാർത്ഥനക്കാരാ. യേശു വരാറായി. മറിയേ, വാ ഇങ്ങോട്ട്, പണി ചെയ്യണ്ടേ? മറിയേ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഞാൻ കുറച്ച് യേശുവിന്റെ കൂടെ ഇരിക്കട്ടെ. ഗുരു, ഞാൻ ഇവിടെ ഒറ്റക്ക് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ?
അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ല? എന്നെ സഹായിക്കാൻ മറിയത്തോട് ഒന്ന് പറഞ്ഞാലും. മാർത്തേ, മാർത്തേ, നീ പലതിനെ കുറിച്ച് വേവലാതിപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മാത്രം മതി. മറിയം നല്ല വശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഇത് ദുഷ്ടകാലമാണ്, ഓർത്തിടുവിൻ. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നു. നിങ്ങൾ സത്യമുള്ള ആരാധനയിൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയും ജീവനുള്ള യാഗവുമായി